السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സമാദരണീയരായ ഈ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹധന്യരായ എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യൻ പുറമേ പ്രഗതിയിലാണെങ്കിലും ആന്തരികമായി ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയും സമ്പത്തും വളരുമ്പോഴും മനുഷ്യന്റെ മനസ്സകങ്ങളിൽ ശൂന്യതയും വിഷാദവുമാണ് നിറയുന്നത്. ഡോക്ടർ സുവൈദ് അബ്ബാസിന്റെ അഡ്രസ്സിംഗ് ടുഡേയ്സ് സോഷ്യൽ ഹെൽത്ത് ക്രൈസിസ് എന്ന ജേണലിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറയാണ്, ജീവചരിത്രമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ സമഗ്ര മാർഗരേഖയെന്ന്. അതായത് ഇന്ന് സമൂഹത്തിന് ആത്മീയ ദിശയില്ലാതായിരിക്കുകയാണ്. ഇന്നെന്താണ് നമുക്ക് ആവശ്യം? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. മഹാനായ ഇമാം നൗമുദ്ദുററിൽ ഇതിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്: പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഖത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ രീതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൂറ് പുലർത്തലാണ്, അവിടുത്തെ ഇത്തിബാ ചെയ്യലാണ് നമുക്ക് ആവശ്യം. പരസ്പരം വിശ്വാസവും സത്യസന്ധതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മാതാവിന് മകനെയും ഭാര്യക്ക് ഭർത്താവിനെയും തിരിച്ചും വിശ്വാസവും സത്യസന്ധതയും നഷ്ടപ്പെടുന്ന ഈ കാലത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത സത്യത്തിന് വേണ്ടി മാത്രം വാദിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മികച്ച മാതൃകയാണ്. അക്രമവും അനീതിയും നടമാടിക്കൊണ്ടിരിക്കുമോ? ഫലസ്തീനിലും സുഡാനിലും അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ യുദ്ധങ്ങളിൽ പോലും കാരുണ്യമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം നമുക്ക് മാതൃകയാവണം. എന്തിനേറെ, പ്രകൃതിക്ക് പോലും കാരുണ്യമായിരുന്നില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? വൃക്ഷവിസ്താരമാണ്, വൃക്ഷങ്ങളെ നടലാണ്. ഒരു മനുഷ്യന് അണമുറിയാത്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മെന്ന് പഠിപ്പിച്ച പ്രകൃതി സംരക്ഷകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക പ്രണയത്തിന്റെ ആത്മസൗന്ദര്യം പറഞ്ഞ കവിത ജലാലുദ്ദീൻ റൂമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്: മുഹമ്മദിന്റെ നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ ആത്മാവായി തീർന്നിരിക്കുന്നു. ആരാണോ പ്രകാശം അന്വേഷിക്കുന്നത് ആ വിളക്ക് മഠത്തിനരികെ ചേരട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിന്റെ മഹാത്മ്യമാണ് അവർ പാടിവെക്കുന്നത്. പ്രവാചകരെ അനുസരിക്കുന്നതിലുള്ള ആത്മനിർവൃതി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയില്ലേ? കി മുഹമ്മദ് സേ വഫാതൂനെ തും ഹം തേരെ ഹൈ യേ ജഹാ ചീസ് ഹൈ കിയാ ലോഹോ കലം തേരേ ഹൈ. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂറ് പുലർത്തുന്നവന് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ വിധി നിർണയിക്കുന്ന ലോഹും കലമും അവന്റെ സ്വന്തമാകും. ആ രീതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ച് ആത്മീയമായും മാനസികമായും അവിടത്തോട് ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി 2022 പ്രസിദ്ധീകരിച്ച ദ പ്രൊഫറ്റിക് എത്തിക്സ് ഇൻ മോഡേൺ സൊസൈറ്റി എന്ന അവരുടെ സ്റ്റഡിയിൽ അവർ പറയുന്നുണ്ട്,
The moral framework of Prophet Muhammad sallallahu alaihi wasallam offers the most efficient solution to contemporary crisis, from family breakdown to political corruption. അഥവാ ഈ ലോകത്തെ സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഈ ലോകത്തെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. പ്രവാചകരുടെ അടുക്കൽ കുറച്ച് ആളുകൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടമാണ് നബിയെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് ആയത്ത് ഇറങ്ങിയില്ലേ? എന്താണ് ആയത്ത്? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരണേ. ആ രീതിയിൽ സാമൂഹികമായ ഭൗതികമായ നേട്ടത്തിനും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആത്മീയമായ ഉയർച്ചയ്ക്കും എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅ നമുക്ക് മതി. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവസാന കാലത്ത് മുഅ്മിനീങ്ങളും സലീഹീങ്ങളും വല്ലാതെ കഷ്ടപ്പെടുമ്പോ കൽ അബ്ലി അലൽ ജംറ, തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ ജീവിക്കേണ്ടി വരുമെന്ന പ്രവാചക വചനം. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ജീവിക്കുമ്പോ ആ രീതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ രീതിയിൽ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യാൻ ഒരു ഹൈറായ ജീവിതം, ആത്മീയമായ വളർച്ച നമുക്ക് ഉണ്ടാവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസീകും ബിദ്ദുആ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.